First question. Which statement best explains the meaning of the phrase like dissolves like? നമ്മൾ factors affecting solubility പറഞ്ഞിട്ടുണ്ട്. One of the factors which affects the solubility of a solute in a solvent is the nature of solute. So, അവിടെ നമ്മൾ ഈ ടേം മെൻഷൻ ചെയ്തിട്ടുണ്ട് like dissolves like. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫ്രേസ് ഇത്. എ സൊല്യൂട്ട് വിൽ ഈസിലി ഡിസോൾവ് എ സൊല്യൂട്ട് ഓഫ് സിമിലർ മാസ്. A solvent and solute with similar intermolecular forces will readily form a solution. The only true solution are formed when water dissolves a non-polar structure. The only true solution are formed when water dissolves a polar solute. Okay. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഏറ്റവും ബെസ്റ്റ് the only true ഇവിടെ a solvent and solute with similar intermolecular forces will readily forms a solution is the answer. Why? Because a polar solute readily dissolves a polar solute is readily dissolved in a polar solvent, and a non-polar solute is readily dissolved in a non-polar solvent commonly. അതാണ് like dissolves like. Polar dissolves in polar, non-polar dissolves in non-polar. കാരണം പോളാർ രണ്ട് പോളാറിന് ഇൻട്രാക്റ്റീവ് ഫോഴ്സുകൾ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഓക്കെ, വെൻ യു ആഡ് ആൽക്കഹോൾ, ഫോർ എക്സാമ്പിൾ ഈഥൈൽ ആൽക്കഹോൾ ഇൻ വാട്ടർ, ഈഥൈൽ ആൽക്കഹോൾ ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. കാരണം ഈഥൈൽ ആൽക്കഹോളിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും അതേപോലെ വാട്ടറിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും സിമിലാരിറ്റി ഉണ്ട്. സോ ദിസ് ആൻസർ, സോ ഓപ്ഷൻ ബി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് 4 liquids. First one, water. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈ പോളാർ, ഹൈഡ്രജൻ ബോണ്ടിങ്, കറക്റ്റാണ്. ഹെക്സനോൾ 6 കാർബൺ ആറ്റം, OH. സ്ലൈറ്റ്ലി പോളാർ, സം ഹൈഡ്രജൻ ബോണ്ടിങ്, OH പാർട്ടിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. ക്ലോറോഫോം CHCl3, സ്ലൈറ്റ്ലി പോളാർ ആൻഡ് നോ ബോണ്ടിങ്, നോ ഹൈഡ്രജൻ ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല, സിയും എച്ചും ആണ്. സിയും എച്ചും CLും ആണ്. അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഒരു മെമ്പേഴ്സും ഇല്ല. ഒക്ടെയിൻ ഈസ് എ ഹൈഡ്രോ കാർബൺ നോൺ പോളാർ, നോ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, വിച്ച് ഓഫ് ദ പെയർ ഓഫ് ലിക്വിഡ് ഈസ് ഇമ്മിസിബിൾ ആയിട്ടുള്ളത്? വാട്ടറും ഹെക്സനോളും തമ്മിൽ മിക്സ് ചെയ്താൽ അത് മിസിബിൾ ആവും. വൈ? കാരണം വാട്ടറിനും ഹെക്സനോളിനും അകത്ത് ലൈക്ക് ഇൻട്രാക്ഷൻസ് ഉണ്ട്. വാട്ടറും ക്ലോറോഫോമും തമ്മിൽ മിക്സ് ചെയ്താൽ അവിടെയും ചെറിയ മിസിബിലിറ്റി ഉണ്ടാവും. നോ ഹൈഡ്രജൻ ബോണ്ട് ആണെങ്കിലും ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി പോളാർ, ദിസ് ഓൾസോ പോളാർ. ചെറിയൊരു മിസിബിലിറ്റി ഉണ്ട്. എക്സനോളിൻ്റെ അത്രയും ക്ലോറോഫോം മിസിബിൾ ആവില്ല, സൊല്യൂബിൾ ആവില്ല. അപ്പോൾ എന്നാലും അത് സൊല്യൂബിൾ ആണ്. ഒക്ടെയിൻ ആൻഡ് വാട്ടർ, ഞാൻ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഒക്ടെയിൻ ആൻഡ് വാട്ടർ എടുത്താൽ ദിസ് ഇസ് നോൺ പോളാർ, വാട്ടർ ഇസ് പോളാർ, അപ്പോൾ അത് സൊല്യൂബിൾ അല്ല. ഇനി ക്ലോറോഫോമും എക്സനോളും വേറൊരു കോമ്പിനേഷൻ എടുത്തു. ക്ലോറോഫോം സ്ലൈറ്റ്ലി പോളാറാണ്, ഹെക്സനോളും സ്ലൈറ്റ്ലി പോളാറാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ക്ലോറോഫോമിൽ ഇല്ല എങ്കിലും അത് സൊല്യൂബിൾ ആവും. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുക. വാട്ടർ ആൻഡ് ഒക്ടെയിൻ. ഒക്ടെയിൻ ഈസ് നോൺ പോളാർ ആൻഡ് ദിസ് ഇസ് പോളാർ. അതുകൊണ്ട് ആൻസർ ഏതാ? ഓപ്ഷൻ എ. വാട്ടർ ആൻഡ് എക്സനോൾ മിക്സ് ചെയ്യും, എക്സനോൾ ആൻഡ് ക്ലോറോഫോം ആൻഡ് ഒക്ടെയിൻ. കാരണം എന്താ? ഒക്ടെയിൻ എന്ന് പറയുന്നത് വളരെ നോൺ പോളാറാണ്, അതേപോലെ തന്നെ ക്ലോറോഫോം വെരി സ്ലൈറ്റ്ലി പോളാറാണ്. എന്ന് വെച്ചാൽ അതിലൊരു നോൺ പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ വളരെ സ്ലൈറ്റ്ലി പോളാറും ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ടും ക്ലോറോഫോമും ഒക്ടെയിനും തമ്മിൽ എന്താവും മിക്സ് ചെയ്യും. അവിടെ പിന്നെ ഒന്ന് പോളാറും ഒന്ന് നോൺ പോളാറും ആണ്, പക്ഷേ സ്ലൈറ്റ് പൊളാരിറ്റി ആൻഡ് സ്ട്രോങ് ഇൻട്രാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരേ റേഞ്ചിൽ വരും. ഓക്കെ, ജനറലി നമുക്ക് പറയാൻ പറ്റുള്ളൂ പോളാർ ഡിസോൾവ്സ് ഇൻ പോളാർ എന്നൊക്കെ. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് വെച്ചാൽ ലൈക്ക് ഇൻട്രാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ വീക്ക് ഇൻട്രാക്ഷൻ, ഇതിൽ ഒക്ടെയിലോ വെരി വീക്ക് ഇൻട്രാക്ഷൻ ഓഫ് ഡിസ്പേർഷൻ ഫോഴ്സ്, ലണ്ടൻ ഫോഴ്സ്. അപ്പോൾ ഇവിടെ ആൻസർ വെരി ക്ലിയർ ആണ്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the normality of 0.3 molar H3PO4? Well, you should know the relationship between normality and molarity. Normality is equal to molarity into n factor. For an acid, n factor is its basicity. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ആസിഡിക് പ്രോട്ടോൺ.
ഓക്കെ, ബേസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ്റെ നമ്പറാണ്. ഇവിടെ H3PO4 നിങ്ങൾ പി ബ്ലോക്ക് എലമെൻസിൽ പഠിക്കും, +2 7th ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. അതെന്തോ ആട്ടെ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. H3PO4 + 2OH- രണ്ട് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് HPO4 2- and 2H2. ഇവിടെ എത്ര എച്ചിനെ യൂസ് ചെയ്തിട്ടുണ്ട്? 2 ഹൈഡ്രജൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? 2 OH- കമ്പൈൻ ചെയ്തിട്ട് 2 H+ എന്തായിട്ടുണ്ട്? 2 വാട്ടർ മോളിക്യൂൾ ആയിട്ടുണ്ട്. സോ 2 പ്രോട്ടോൺ ആണ് അവിടെ ആസിഡിക് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ബേസിസിറ്റി 2 ആണ്, n ഫാക്ടർ 2 ആണ്. അപ്പോൾ ഇവിടെ മൊളാരിറ്റി എത്രയാണ്? മൊളാരിറ്റി = 0.3 ഇൻറ്റു n ഫാക്ടർ എത്രയാണ്? എത്ര ഹൈഡ്രജൻ അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? 2. ആൻഡ് സോ ദാറ്റ് ഈസ് 0.6 നോർമൽ ആണ്. 0.3 മോളാർ എന്ന് വെച്ചാൽ 0.6 നോർമൽ. ഇനി അത് 3 H+ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 0.9 നോർമൽ ആയിട്ട് മാറും. ഓക്കെ, ഇൻ ദിസ് റിയാക്ഷൻ ഇറ്റ് ഈസ് ഗിവിംഗ് ഓൺലി 2 H+ ion. സോ ദ ഓപ്ഷൻ ഈസ് option B. Okay, and let's move to the next question, that is 4th question. We have 100 ml of 0.1 molar KCl solution. KCl, L should be small. KCl solution. To make it 0.2 molar, നമ്മൾ എന്ത് ചെയ്യണം? Evaporate 50 ml of water, evaporate 50 ml solution, add 0.1 mole KCl, 0.1 mole KCl and add 0.1 mole and add 0.01 mole KCl. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? ആദ്യം 100 ml ഉണ്ട്, 0.1 മോളാർ KCl ഉണ്ട്. ഓക്കെ, 100 ml 0.1 മോളാർ KCl. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. 1 മോളാർ KCl പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 mole KCl in 1 liter solution എന്ന് എഴുതാം. അതാണല്ലോ മൊളാരിറ്റിൻ്റെ ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ 1 mole KCl in 1000 ml solution എന്ന് എഴുതാം. 1 mole KCl in 1000 ml solution. അപ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട് 1000. അപ്പോൾ നമുക്ക് ഇവിടെ 1000 ml സൊല്യൂഷൻ, ഞാൻ അതിനൊരു സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷന് വേണ്ടി എടുക്കുകയാണ്. 1000 ml സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ എത്ര മോള് KCl ഉണ്ട്? 1 മോൾ KCl ഉണ്ട്. എന്ന് വെച്ചാൽ വി ആർ കാൽക്കുലേറ്റിംഗ് 1000 ml 1 മോൾ ഉണ്ട്. അതാണ് 1 മോളാർ എന്ന് വെച്ചാൽ. Therefore 100 ml സൊല്യൂഷൻ എത്ര ഉണ്ടാവും? ദാറ്റ്സ് ഈക്വൽ ടു 0.1 മോൾ KCl ഉണ്ട്. 0.1 മോൾ KCl. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് വേണ്ടത്, ക്വസ്റ്റ്യനിൽ വേണ്ടത്, ഓക്കെ, അവിടെ ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് വേണ്ടത് എന്താ? 0.2 മോളാർ ആക്കണം. 0.2 മോളാർ. അപ്പോൾ 0.2 മോളാർ ആക്കണം എന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? 2 മോളാർ KCl ഈസ് ഈക്വൽ ടു 2 മോൾ KCl ഇൻ 1000 ml സൊല്യൂഷൻ. 1000 ml സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 1000 ml is equal to 2 mole KCl. 1000 ml is equal to 2 mole KCl. അങ്ങനെയാണെങ്കിൽ 100 ml is equal to എത്ര വരിക? 0.2 mole KCl. 0.2 mole KCl. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 100 ml ഉണ്ടായിരുന്നത് 0.1 മോൾ KCl ആണ്. അതിനെ 2 മോളാർ ആക്കണമെങ്കിൽ ഇവിടെ 0.2 മോൾ വേണം. വോള്യം നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്ര ആഡ് ചെയ്യണം? 0.1 നിന്നും 0.2 ആവാൻ വി ഷുഡ് ആഡ് 0.1 മോൾ. വി ഷുഡ് ആഡ് 0.1 മോൾ KCl. 0.1 മോൾ KCl ആഡ് ചെയ്യണം. കാൽക്കുലേഷൻ നോക്കുക. വി ആർ ഗോയിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ 0.1 മോൾ ഉണ്ടായിരുന്നു, അതിനെ 1 മോളാർ ആയിരുന്നു. 1 മോളാർ എന്ന് വെച്ചാൽ 1 മോൾ പെർ ലിറ്റർ ആണ്. ആൻഡ് അപ്പോൾ അതിൽ 0.1 മോൾ KCl ഉണ്ട്. ഇതിൽ 100 ml, 1000 ml 1 മോൾ. അപ്പോൾ നമുക്ക് 2 മോളാർ ആണെങ്കിൽ 100 ml 0.2. അപ്പോൾ 0.1 നിന്നും 0.2 ആവാൻ 0.1 ആഡ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. 100 ml ഓഫ് 100 ml ഓഫ് KCl ആണുള്ളത്. 100 ml ഓഫ് KCl 0.1 molar. To make it 0.2 molar, you can add 0.1 mole KCl solution. ഒരു
0.1 മോൾ KCl സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0.2 ആയി. സിമ്പിൾ. 0.1 നിന്നും 0.2 വോള്യം ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ വേറൊരു വോള്യം ഓഫ് 200 ml എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് M1 V1 M2 V2 വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് അതല്ല ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, the concentration of pollutant in parts per million, the concentration of pollutant in parts per million ppm that has been measured at 450 milligram per 150 kilogram of sample. ഇവിടെ ഒരേ ഒരു പ്രശ്നമുള്ളത്, ഒന്ന് മില്ലിഗ്രാമിലാണ്, ഒന്ന് കിലോഗ്രാമിലാണ്. either you should convert milligram into kilogram or kilogram into milligram. Okay, what is the equation for ppm? ppm, parts per million, is equal to mass of solute divided by total mass of solution into 100. Mass of solute എത്രയാ? 450. ഞാൻ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാണ്. ഗ്രാമിലേക്ക് മാറ്റാണ് 10⁻⁻3. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ വീണ്ടും ഇൻറ്റു 10⁻⁻3. ദാറ്റ് ഈസ് 10⁻⁻6 കിലോഗ്രാം ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ 150 കിലോഗ്രാം. അല്ലെങ്കിൽ ഈ 150നെ മില്ലിഗ്രാമിലേക്ക് മാറ്റിയാൽ മതി. 150 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10⁻3. വീണ്ടും അതിനെ മില്ലിഗ്രാമിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും ഇൻറ്റു 10⁻3. അപ്പോൾ അത് 10⁻6 വരും. അത് മേലേക്ക് 10⁻⁻. ബോത്ത് ആർ ഈക്വൽ. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വാട്ട്? ഇൻറ്റു 100 അല്ല പാർട്സ് പെർ മില്യൺ, ഇൻറ്റു 10. ഇറ്റ് ഷുഡ് ബി 10 മില്യൺ പെർ 100 അല്ല, പെർ മില്യൺ ആണ്. 10⁻6 ആണ്. സോ ദാറ്റ് ഇൻറ്റു 10⁻6. ഓക്കെ, അപ്പോൾ 10⁻⁻6ഉം 10⁻6ഉം കട്ട് ചെയ്ത് പോയി. ആൻഡ് ദീസ് 2 zeros are cut off and we will get 3 is the answer. 3 parts per million is the answer. Okay, question number 6. The vapor pressure of pure liquid A is 40 millimeter mercury. At 310 Kelvin, the vapor pressure of this liquid in a solution with liquid B അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേപ്പർ പ്രഷർ എന്തായി? 40 mmHg യിൽ നിന്നും 32 mmHg. There is a lowering of vapor pressure. Okay, mole fraction of A in the solution if it obeys Raoult's law. അപ്പോൾ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് 40 mmHg ആണ്. വാട്ട് ഈസ് 40 mmHg? പ്യുവർ ലിക്വിഡിൻ്റെതാണ്. ആൻഡ് ദാറ്റ് ഈസ് വി ക്യാൻ ഗിവ് P10 ഈസ് ഈക്വൽ ടു 40 mmHg, 40 millimeter mercury. ഓക്കെ, അപ്പോൾ അവിടെ പിന്നെ അത് ബി ആഡ് ചെയ്തപ്പോൾ അത് 32 mmHg ആയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് P1 ഈസ് ഈക്വൽ ടു 32 millimeter mercury. And our question is, what is the mole fraction? Solute ആണോ? What is the question? Mole fraction of A, solvent ആണ് ചോദിച്ചത്. അതായത് what is the mole fraction? chi1 ആണ് ചോദിച്ചത്. നമുക്ക് chi2 കണ്ടുപിടിച്ചാൽ chi1 കണ്ടുപിടിക്കാം. So according to Raoult's law, delta P1 divided by P10 is equal to chi2. Delta P1 divided by P10 is equal to chi2. Delta P1 by P10 എന്ന് വെച്ചാൽ എന്താ? That is P10 minus P1 divided by P10 is equal to chi2. Okay, അപ്പോൾ അവിടെ എന്താ? P10 40 minus 32 divided by 40 is equal to chi2. Chi2 is equal to 40 minus 32 is equal to 8. 8 by 40 is equal to 1 by 5. That's equal to 0.20. Chi2 is equal to mole fraction of solute is equal to 0.20. So final answer, chi1 is equal to 1 minus 0.20. That's equal to 0.80. 0.80. You just see the solution. Okay, എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്സ് എന്താണ് ചെയ്തത്? വെരി സിമ്പിൾ ആണ്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ chi1 ആണ് ചോദിച്ചതേ ഉള്ളൂ. സോ ഒരു ഫർദർ സ്റ്റെപ്പ് കൂടി വരും. So we got 0.80 and let's see which is the option. Okay, 0.80. Either option. The option is option A. Option A. Okay. So direct question ആണ്, easy question ആണ്. കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണം. നമുക്ക് കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് പോകും. And next, the 7th question, mole fraction of the toluene in the vapor phase. Vapor phase. Mole fraction ആണ്. പക്ഷേ ഓരോ വേർഡ്സിലും നിങ്ങൾ ശ്രദ്ധിക്കണം. വേപ്പർ ഫേസ്, അപ്പോൾ അത് Y ആണ്. ഓക്കെ, വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ സൊല്യൂഷൻ ഓഫ് ബെൻസീൻ ആൻഡ് ടൊളുവിൻ ഹാവിങ് 2 moles ഈച്ച് ഓഫ്. രണ്ടിൻ്റെയും നമ്പർ ഓഫ് മോൾസ് 2 ആണ്, 2 ആണ്.
ആൻഡ് P10 ഓഫ് ബെൻസീൻ കൊടുത്തിട്ടുണ്ട്, P10 ഓഫ് ടൊളുവിനും കൊടുത്തിട്ടുണ്ട്. P10 ഓഫ് ബെൻസീൻ നമ്മൾ നോക്ക്, P10 ഓഫ് ബെൻസീൻ 120, ടൊളുവിൻ 80 ആൻഡ് ബോത്ത് ഹാവ് 2 moles ഈച്ച്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ടൊളുവിൻ ഇൻ ദ വേപ്പർ ഫേസ് ആണ്. P1 is equal to P total into Y1. Let's P1 is for vapor pressure of benzene, for example, and Y1 mole fraction in vapor phase. മറ്റത് വേപ്പർ പ്രഷർ ആണ് കേട്ടോ, ഞാനത് ബെൻസീൻ ആണെന്ന് കാണിച്ചിട്ടുള്ളൂ. വേപ്പർ ഫേസ് ഫോർ ബെൻസീൻ. അപ്പോൾ 2 ഒക്കെ എന്താണ്, ടൊളുവിനാണ്, ബെൻസീൻ. ആൻഡ് P total. അപ്പോൾ നമുക്കിവിടെ Y1 is equal to മോൾ ഫ്രാക്ഷൻ ഇൻ ദ വേപ്പർ ഫേസ് ഓഫ് ബെൻസീൻ is equal to എന്താ വരിക, P1 divided by P total. P1 divided by P total. That's equal to, according to Raoult's law, that's equal to P10 into Chi1 divided by P total ആണ്. P10 into Chi1 plus P total. അപ്പോൾ നമുക്ക് P10 എത്രയാണ്, P10 ബെൻസീൻ്റെ എത്ര കൊടുത്തത്, ബെൻസീൻ 120 ടൊറൻസ് ആണ് ആൻഡ് 2 moles ഈച്ച്. അപ്പോൾ 120 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ, രണ്ടും 2 mole ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ 2 + 2, ഓക്കെ, ഡിവൈഡഡ് ബൈ P total. P total എത്രയാ, P10 ഇൻറ്റു Chi1 എത്ര, P10 120 ഇൻറ്റു Chi1 2/4 പ്ലസ് മറ്റത് 80 into 2/4. P10 into Chi1 plus P20 into Chi2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് കട്ട് ചെയ്ത് പോലെ ഇവിടെ 2 വരും, ഇത് കട്ട് ചെയ്ത് പോലെ ഇവിടെ 60 വരും. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇവിടെ 2 വരും, ഇത് കട്ട് ചെയ്ത പോലെ 60 വരും. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 2 ആൻഡ് ഹിയർ 40. അപ്പോൾ എത്ര വരിക, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 60 divided by 60 plus 40. That's equal to 100. That's equal to 0.6. 0.6 ആണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ 0.1 ആണ്. സോറി, മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ 0.6 ആണ്. നമ്മളോട് എന്താ ചോദിച്ചത്, മോൾ ഫ്രാക്ഷൻ ഓഫ് ടൊളുവിൻ ഇൻ ദ വേപ്പർ ഫേസ് വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ സൊല്യൂഷൻ ഓഫ് ബെൻസീൻ ആൻഡ് ടൊളുവിൻ ഹാവിംഗ് 2 moles ഓഫ് ഈച്ച്. അപ്പോൾ ഇവിടെ ടൊളുവിൻ്റെത് എത്ര ആയിരിക്കും, ടൊളുവിൻ്റെതാണ് ചോദിച്ചത്, നമ്മൾ കണ്ടുപിടിച്ചത് ബെൻസീൻ്റെതാണ്. അപ്പോൾ Y2 is equal to 1 minus 0.6, that's equal to 0.4. 0.4 is the answer. Okay, 0.4 is the answer. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. ബെൻസീൻ്റെതായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ 0.6 ആണ് വരിക. നമ്മളോട് ചോദിച്ചത് മോൾ ഫ്രാക്ഷൻ ഓഫ് ടൊളുവിനാണ്. ആ Y2 വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്താലും ഇത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബ്ലഡ് ഈസ് 7.40 atm at 27 degrees Celsius. Number of moles of glucose to used per liter for an intravenous injection, that is to have the same osmotic pressure of blood. ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആവണമെങ്കിൽ ഇൻട്രാവേനസ് ഇഞ്ചക്ഷൻ്റെ എന്ത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് പെർ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് പെർ ലിറ്റർ എന്ന് വെച്ചാൽ എന്താ, മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ, മൊളാരിറ്റി ഓഫ് ഗ്ലൂക്കോസ് ആണ് ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓസ്മോട്ടിക് പ്രഷർ പൈ തന്നിട്ടുണ്ട്. പൈ ഈസ് ഈക്വൽ ടു 7.40 atm എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ എത്രയാ, 300 atm എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. വാട്ട് ഈസ് ഇക്വേഷൻ, പൈ ഈസ് ഈക്വൽ ടു CRT or MRT. Okay, and M is equal to pi by RT. നമുക്ക് ഇവിടെ പൈ എത്ര തന്നത്, 7.40 atm. ദാറ്റ്സ് ഈക്വൽ ടു 7.40 atm ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര, 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ 300. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ മോളാർ മാസ്, നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണ് ചോദിച്ചത്. സോ 7.40 divided by 0.0821 is the value of universal gas constant and temperature in Kelvin. The answer is you will get 0.3.
which is option. The option is option A. Option A ആണ് നമുക്ക് കിട്ടുക. കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷൻ മാത്രം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. That is question number 9. At a given temperature, total vapor pressure in torrents of a mixture of volatile component A and B is given by ഒരു equation അവിടെ കൊടുത്തിട്ടുണ്ട്. That is P is equal to 120 minus 75 chi B. 75 chi B. Hence vapor pressure of A and B respectively in torrents. Okay? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് P അവിടെ മിക്സ്ചർ ഓഫ് കമ്പോണൻസിൻ്റെതാണ് നമുക്ക് അവിടെ കൊടുത്തത്. മിക്സ്ചർ ഓഫ് കമ്പോണൻസിൻ്റെത്. അപ്പോൾ പി ടോട്ടൽ ആണ് അവിടെ കൊടുത്തത്. അപ്പോൾ പി ടോട്ടൽ അവിടെ കൊടുത്തെങ്കിൽ നമുക്ക് പി ടോട്ടൽ ഒരു ഇക്വേഷൻ ഉണ്ട്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ പി ടോട്ടൽ? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 അല്ലെങ്കിൽ P0A കൈ എ പ്ലസ് P0B കൈ ബി ആണ്. ഓക്കെ, ഏതോ ഒരു ടേംസിലേക്ക് മാറ്റാം. അവിടെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് കൈ ബിയിലാണ്. സോ ദാറ്റ്സ് ഇക്വൽ ടു P0A into 1 minus chi b plus P0B into chi b ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P0A minus P0A chi b plus P0B chi b. P0B chi b. ഓക്കെ, ദാറ്റ്സ് ഇക്വൽ ടു എന്താ വരിക? നമുക്ക് P0A minus P0A plus P0B, sorry, P0A minus P0B into chi b. ഓക്കെ, ഞാൻ P0 അതായത് chi bനെ കോമൺ ആയിട്ട് എടുത്തിട്ട് ഇക്വേഷൻ എഴുതി. ആൻഡ് ദിസ് ഇസ് P ടോട്ടൽ ഫൈനലി വി ഗോട്ട്. ആൻഡ് വാട്ട് ഇക്വേഷൻ we get for it's given for in the question. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് P is equal to 120 minus 75 chi b ആണ്. P is equal to 120. It's given P is equal to 120 minus 75 chi b എന്ന് തന്നിട്ടുണ്ട്. 120 minus 75 chi b. And just compare the two equations. This is equation number 1. This is equation number 2. രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ this occupies the position of P0A and this occupies the position of P0A minus P0B into chi b. Chi b അവിടെ ഉണ്ട്, അതുകൊണ്ട് P0A minus P0B 75 ആണ്. Therefore ഇവിടെ എഴുതാം P0A is equal to 120. ഒരു ആൻസർ കിട്ടി. P0A is equal to 120. പിന്നെ എന്താ ഉള്ളത്? P0A from the equation P0A minus P0B is equal to 75. Okay, അപ്പോൾ P0B is equal to 120 minus 75. എത്ര കിട്ടുക? 120 minus 75. അവിടെ 75 80 45. അപ്പോൾ 120യും 45. P0A 120, P0B 45. And let's see which is the option. 75 and 45. 120 and 45. ഏതാ വരിക? 120 and 45. Option C. Option C is the answer. Okay. 120, 45. Very simple question. Question number 10. Question number 10. The total vapor pressure of mixture of 1 mole of volatile component A, P0A is given 100 millimeter mercury, and 3 moles of volatile component B, P0B is given that is 60 mm Hg, is 75 mm for such case. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. There is positive deviation from Raoult's law. Boiling point has been lowered. Force of attraction between A and B is similar than it's not similar, smaller than between AA and BB interaction. Okay, അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സൊല്യൂഷനകത്തുള്ള ഇൻട്രാക്റ്റീവ് ഫോഴ്സ് സൊല്യൂട്ടിനകത്തുള്ളതിനേക്കാളോ സോൾവെൻറ്റിനകത്തുള്ളതിനേക്കാളോ എന്താണ് വീക്കർ ആണ് എങ്കിൽ ആണ് എന്നാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഓൾ ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഇത് അതായത് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടോ ഇല്ലേ നോക്കണമെങ്കിൽ അത് റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കണം. അപ്പോൾ റൗൾട്ട്സ് ലോ പ്രകാരം ഒരു സൊല്യൂഷൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം, തിയററ്റിക്കലി കണ്ടുപിടിക്കണം. പ്രാക്ടിക്കലായിട്ടുള്ളത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ
ആ കണ്ടുപിടിക്കുന്ന നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ കുറവും സൊല്യൂഷനകത്ത് കൂടുതലും. നമ്മൾ പി കാൽക്കുലേറ്റഡ് അവിടെ പി കാൽക്കുലേറ്റഡ് ലെസ്സും സൊല്യൂഷനകത്ത് കൂടുതലുമാണെങ്കിൽ സൊല്യൂഷനകത്ത് കൂടുതൽ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ കൂടുതൽ ഉണ്ടാവാൻ കാരണം എന്താ? കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. സൊല്യൂഷനകത്ത് കുറവാണെങ്കിൽ സൊല്യൂഷനകത്ത് എങ്ങനെയാണ് നോക്കിയാൽ മതി. സൊല്യൂഷനകത്താണ് കൂടുതലെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ, സൊല്യൂഷനകത്ത് വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 75 ആണ് നമുക്ക് ഇവിടെ പ്രാക്ടിക്കലി തന്നിട്ടുള്ളത്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റൗൾസ് ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് P0A തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 100, P0B തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 60 ആൻഡ് 3 moles ഓഫ് വോളറ്റൈൽ കമ്പോണൻസ്. ആദ്യം 1 mole ഓഫ് എയും 3 mole ഓഫ് ബിയും ഉണ്ട്. 1 mole ഓഫ് എയും 3 mole ഓഫ് ബിയും. അപ്പോൾ ഇവിടെ എൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഇസ് ഈക്വൽ ടു എത്രയാണ്? 1 mole. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എത്രയാണ്? 3 mole. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി 3 mole. ഓക്കെ, P0A എത്രയാണ്? P0A is equal to 100 mmHg and P0B എത്രയാണ്? P0B is 60 mmHg. പിന്നെ നമുക്ക് ഒരു പ്രഷർ ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 75 mmHg. അത് നമുക്ക് ഫൈനലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അതവിടെ തന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P0A chi A പ്ലസ് P0B chi B എന്നൊരു ഇക്വേഷൻ ഉണ്ട്. P0A 100 into chi A, number of moles of A, divided by number of moles of A plus number of moles of B, 1 plus 3, 4, plus P0B is 60 into എന്താ വരിക? Number of moles of B, 3 divided by 4. Okay, that's equal to 100 into 1 by 4, that is 25. Okay, and ഇതിനെ നമ്മൾ കട്ട് ചെയ്താൽ 15 അല്ലേ? ശരിയാണ്. ആൻഡ് 45. അപ്പോൾ ഇവിടെ യു വിൽ ഗെറ്റ് 70 mmHg ആണ് പ്രഷർ കാൽക്കുലേറ്റഡ് ഫ്രം റൗൾസ് ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രഷർ ഓഫ് സൊല്യൂഷൻ 75 ആണ്. അപ്പോൾ ഇവിടെ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെറ്റ് മീ ചേഞ്ച് ദ ഇങ്ക്. പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ കാൽക്കുലേറ്റഡ് ഫ്രം എവിടുന്ന്? റൗൾസ് ലോ. അപ്പോൾ ഇത് എന്ത് ഡീവിയേഷനാണ്? സൊല്യൂഷനകത്ത് പ്രഷർ കൂടുതൽ, ഒബ്വിയസ്ലി ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അത് നമുക്കവിടെ കിട്ടി, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്, നോ ഡൗട്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, തന്നിരിക്കുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറുമായിട്ട് കമ്പയർ ചെയ്തു, ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ബാക്കി ഓപ്ഷൻസ് നോക്കണം, കാരണം ഓൾ ആർ കറക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദർ ഇസ് എ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. കറക്റ്റാണ്, ഇറ്റ്സ് കറക്റ്റ്. ഓക്കെ, പക്ഷേ അതായിരിക്കണം കറക്റ്റ് ഓപ്ഷൻ എന്നില്ല. ബോയിലിംഗ് പോയിന്റ് ഹാസ് ബീൻ ലോവേഡ്. വേപ്പർ പ്രഷർ കൂടുമ്പോൾ, അതായത് ദർ ഇസ് എ പോസിറ്റീവ് വേപ്പർ പ്രഷർ കൂടുമ്പോൾ ദർ വിൽ ബി എ ഡിക്രീസിങ് ബോയിലിംഗ് പോയിന്റ് ഹാസ് ബീൻ ലോവേഡ്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണെന്നുള്ളത് മനസ്സിലായി. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് സ്മോളർ ദാൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. സൊല്യൂഷനകത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വേപ്പറൈസ് ചെയ്തിട്ട് എന്തുണ്ടായത്? കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടായത്, കൂടുതൽ വേപ്പർ പ്രഷർ ഉണ്ടായത്, പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടായത്. അതുകൊണ്ട് അതും കറക്റ്റാണ്. പക്ഷേ ഇതെല്ലാം റോങ് ഓപ്ഷൻസ് ആണ്. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, so the 10th question, all of the above statements are correct. A mixture contains 1 mole volatile liquid A, its P0A is given 100 mmHg, and 3 mole volatile liquid B, and its P0B pure liquid in the തന്നിട്ടുണ്ട്, that is 80 mmHg. If solution behaves ideally, total vapor pressure of the distillate, നേരത്തെ തന്ന ക്വസ്റ്റ്യനോട് വെരി സിമിലർ ആണ്, പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റിലേറ്റിൻ്റെ വേപ്പർ പ്രഷർ. വാട്ട് ഈസ് ഡിസ്റ്റിലേറ്റ്? നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ ബോയിൽ ചെയ്തിട്ട് കണ്ടൻസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒക്കെ. അപ്പോൾ ഡിസ്റ്റിലേറ്റ് എന്ന് പറയുന്നത് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്ന ലിക്വിഡാണ് ഡിസ്റ്റിലേറ്റ്. അപ്പോൾ ആരാണോ വേപ്പറിൽ വരുന്നത് അവരാണ് കണ്ടൻസ് ചെയ്തിട്ട് ഡിസ്റ്റിലേറ്റ് ആവുന്നത്. അപ്പോൾ വേപ്പർ ഫേസിലുള്ള കോമ്പോസിഷനാണ് ഡിസ്റ്റിലേറ്റിൽ ഉണ്ടാവുക.
ബാക്കി അവിടെ റെസിഡ്യൂ ആയിട്ട് കിടക്കും. ഓക്കെ, വാട്ടറും ആൽക്കഹോളും എത്തനോളും എടുത്തിട്ട് നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ എത്തനോൾ ആദ്യം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്യും. അപ്പോൾ അവിടെ ഡിസ്റ്റിലേറ്റ് എത്തനോളും അവിടെ റെസിഡ്യൂ എന്ന് പറയുന്നത് വാട്ടറുമാണ്. അപ്പോൾ ഡിസ്റ്റിലേറ്റ് വേപ്പർ ഫേസിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. സോ എ മിക്സ്ചർ കണ്ടെയ്ൻസ് 1 mol volatile liquid A. 1 mol, number of moles of A is equal to 1. Number of moles of B is equal to 3. P0A is equal to 100. P0B is equal to 80. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് കാൽക്കുലേഷൻ ആണ്. സോ നമുക്ക് പി ടോട്ടൽ കണ്ടുപിടിക്കാം. ഏത് പി ടോട്ടൽ? നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി, ഇതൊക്കെ തന്നിരിക്കുന്നത് എവിടെയാണ്? വോളറ്റൈൽ ലിക്വിഡിലാണ്. അപ്പോൾ കയ്യെ കണ്ടുപിടിക്കാൻ അവിടെ പറ്റുള്ളൂ. മോൾ ഫ്രാക്ഷൻ ഇൻ ദ ലിക്വിഡ് ഫേസ്, വേപ്പർ ഫേസിലുള്ള മോൾസ് അല്ല തന്നിരിക്കുന്നത്. ഇവിടെ നോക്ക്, 1 mol volatile liquid A and 3 mol volatile liquid B. If a solution behaves ideally, total vapor pressure of distillate. ലിക്വിഡ് നമ്മുടെ ബീക്കറിന് റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് എത്ര ആൾ വേപ്പറൈസ് ചെയ്യുന്നുണ്ട്, വേപ്പർ ഫേസിലുള്ളതാണ് ചോദിച്ചത്, ടോട്ടൽ പ്രഷർ. ഓക്കെ, നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? പി ടോട്ടൽ ഇൻ ദ വേപ്പർ ഫേസ്, ലിക്വിഡ് ഫേസ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് എന്താ, P0A chi A പ്ലസ് P0B chi B എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഓക്കെ, that is equal to P0A 100 into chi A എന്ന് വെച്ചാൽ number of moles of A 1/4 plus 80 into 3/4. 80 into 3/4, that's equal to 25. This is cut off 25 and 80 into 3/4, that is 240 divided by 4, that is equal to 60, that's equal to 85. 85 ആണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. പി ടോട്ടൽ ഇൻ ദ ലിക്വിഡ് ഫേസ് is 85 and we have an equation that is YA is equal to what? PA divided by P total. Okay, that's equal to PA is P0A chi A divided by P total. P0A chi A, നമ്മൾ P0A chi A എത്രയാ? 25. 100 into 1/4. P0A chi A, not chi B. P0A chi A 25 divided by P total, that is 85. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 70 5 കൊണ്ട് 85 17 അല്ലേ? 85 1 5 3 17 just to confirm. That is 5 കൊണ്ട് ചെയ്താൽ 5/17. അങ്ങനെയാണെങ്കിൽ YB കണ്ടുപിടിക്കാൻ 1 - YA എടുത്താൽ മതി. 1 - YA, that's equal to എത്ര വരിക? 5/17. 1 - 5/17. അപ്പോൾ 17 - 12/17. 12/17. അപ്പോൾ അവിടെ YAയും കിട്ടി, YBയും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ടോട്ടലാണ്. പി ടോട്ടൽ ഇൻ ഡിസ്റ്റിലേറ്റ് അല്ലെങ്കിൽ വേപ്പർ ഫേസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിലേറ്റ് ആണ്, രണ്ടും സെയിം ആണ്. പി ടോട്ടൽ ഇൻ ഡിസ്റ്റിലേറ്റ് ഈസ് ഈക്വൽ ടു P0A YA plus P0B YB. That is equal to P0A, that's equal to 100 into YA 5/17 plus P0B. What is P0B? P0B is 80. 80 into 12/15. ഇത് ജസ്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get the final answer. If you solve this, you just try it, you will get 86 millimeter mercury. 86 millimeter mercury is the answer. You just see how we solve the problem. Okay, so ഏത് ഓപ്ഷനാണ് നോക്കാം. Which option? Option is option B, 86 millimeter mercury. Okay, so move to the next question, 12th one. Vapor pressure of pure water is 40 mm. If a non-volatile solute is added to
it, vapor pressure falls by 4 mm, hence molality of the solution. Molality of the solution. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം യു ഷുഡ് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ ദാറ്റ് ഈസ് P10 is equal to 40 mm. If a non-volatile solute is added to it, vapor pressure falls by 4 mm. Falls to അല്ല, falls to 4 mm എന്ന് വെച്ചാൽ അവിടെ fall 36 ആണ്. Falls by 4 mm. അപ്പോൾ അവിടെ 4 mm ആണ് കുറഞ്ഞത്, 4 mmലേക്ക് കുറഞ്ഞതല്ല, 4 mm കുറഞ്ഞു. That is delta P1 is equal to 4 millimeter mercury. എന്നിട്ട് ചോദിച്ചത് വാട്ട് ഈസ് മൊളാലിറ്റി എന്നാണ്. ദർ ഇസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് മൊളാലിറ്റി ആൻഡ് ദിസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ബട്ട് വി നോ ദർ ഇസ് എ മെത്തേഡ് ടു കാൽക്കുലേറ്റ് mole fraction. Delta P1 divided by P10 is equal to chi2. Delta P1 is 4 by 40 is equal to chi2. Therefore chi2 is equal to 4 by 40 0.1 ആണ്, 0.1. chi2 is 0.01 and we have a relationship between mole fraction and molality. What is the relationship between mole fraction and molality? Molality is equal to 1000 chi2 divided by chi1 m1. ഇതാണ് റിലേഷൻ. ഡയറക്റ്റ് റിലേഷൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുറച്ച് ലോങ് കാൽക്കുലേഷൻസ് ആയിരിക്കും. നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ പോകണം. ഇഫ് യു നോ ദ ഡയറക്റ്റ് റിലേഷൻ, നമുക്ക് ടൈമും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എൻട്രൻസ് എക്സാമിനേഷൻസ്. ഓക്കെ, സോ 1000 chi2 ഡിവൈഡ് ബൈ chi1 m1 എന്ന് വെച്ചാൽ 1000 chi2 ഡിവൈഡഡ് ബൈ 1 മൈനസ് chi2 ഇൻറ്റു m1 എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് മൊളാലിറ്റിയാണ് കിട്ടേണ്ടത്, chi2 നിങ്ങൾക്ക് അറിയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1000 ഇൻറ്റു chi2 0.1 divided by chi1 0.1 ആകുമ്പോൾ 0.9 ഇൻറ്റു m1. ഇവിടെ ഏതാ അക്വ സൊല്യൂഷൻ ആണ്. വാട്ട് ഈസ് m1? m1 ഈസ് 18 gram. ദാറ്റ് ഇൻറ്റു 18. ഓക്കെ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് 1000 by 18. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഇൻ 1 liter. 1 liter water is 1 kilogram because density is 1. So 1000 gram. അപ്പോൾ അത് ഒരു ഫെമിലിയർ ആയതുകൊണ്ട് that is 55 into 0.1 divided by 0.9. That's equal to 5.5 divided by 0.9. ഇത് ചെയ്താൽ you will get the answer. 5.5 divided by 1 ആണെങ്കിൽ 5.5, അപ്പോൾ ഒരു 6ൻ്റെ അടുത്തുണ്ടാവും, 0.6ൻ്റെ അടുത്തുണ്ടാവും. നമുക്ക് ചെയ്യാണ്ട് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, it will be around 0.6 something. And let's see what is the answer. Sorry, not 0.6. It will be around 6.17, not 0.6. Okay, we have divided it by 0.9 so it will be 6. It will be around 6.173 is the answer. You just solve it, you will get that. Okay, നമുക്ക് പെട്ടെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. There is no close values. Okay, 6.1 6.2 ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ നമുക്ക് കിട്ടിയ വാല്യൂ 5.5നെ നമ്മൾ 0.9 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് 6. ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്, 0.6 ആയി പോയത്. സോ ഇറ്റ് ഷുഡ് ബി 6.173 ഈസ് ദ ആൻസർ, ഓപ്ഷൻ എ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13. Kf into m is expressed in the unit of. Kf into m is expressed in the unit of. നിങ്ങൾക്കറിയാം ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം ആണ്. അപ്പോൾ കെ എഫ് ഇൻറ്റു എം എന്ന് വെച്ചാൽ ഡെൽറ്റ ടി എഫ് ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡെൽറ്റ ടി എഫ്? ഇറ്റ് ഷുഡ് ബി കെൽവിൻ ഓർ ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മൾ കാൽക്കുലേഷൻ കെൽവിൻ ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മോളാർ മാസിൻ്റെ ഗ്രാം പെർ മോൾ അല്ല, മാസിൻ്റെ ഗ്രാമോ കിലോഗ്രാമോ അല്ല, മൊളാലിറ്റീൻ്റെ മോൾ പെർ കിലോഗ്രാം അല്ല, ടെമ്പറേച്ചർ ഡിഗ്രീൻ്റെ യൂണിറ്റ് ആണ്. കെൽവിൻ നോർമലി യൂസ്ഡ്, or degree Celsius or degree Fahrenheit, delta TF. Okay, so KFM is expressed in temperature degree. കാരണം KF into M is equal to delta TF. Okay, so moving to the next question. A similar question നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ്.
Similar question. Delta TF by KF is expressed in the unit of. What is the equation? നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ചെയ്തു നോക്കുക, എന്നിട്ട് സൊല്യൂഷൻ കാണുക. Delta TF is equal to KF into M. Therefore, ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഡെൽറ്റ ടി എഫ് ബൈ കെ എഫ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു മൊളാലിറ്റി. അപ്പോൾ മൊളാലിറ്റിൻ്റെ യൂണിറ്റ് മോൾ പെർ കിലോഗ്രാം. മോൾ പെർ കിലോഗ്രാം എവിടെ? മോൾ പെർ കിലോഗ്രാം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീ വാട്ടർ ഈസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ NaCl and MgCl2 if NaCl is 80% ionized and MgCl2 is 50% ionized, then one Hopf factor. അപ്പോൾ അവിടെ പെർസെൻറ്റേജ് ഓഫ് അയോണൈസേഷൻ കൊടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് അയോണൈസേഷൻ. പെർസെൻറ്റേജ് ഓഫ് അയോണൈസേഷൻ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 100 ആണ്. അപ്പോൾ ആൽഫ എന്ന് വെച്ചാൽ എന്താ? പെർസെൻറ്റേജ് ഓഫ് അയോണൈസേഷൻ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആൽഫ 0.5, ആൽഫ ഫോർ NaCl. ആൽഫ ഫോർ NaCl ഈസ് ഈക്വൽ ടു 0.5. ആൽഫ ഫോർ ഏതാ? MgCl2. MgCl2 is equal to എത്ര പെർസെൻറ്റാണ്? സോറി, NaCl 80% അല്ലേ? NaCl 0.8. ഓക്കെ, രണ്ട് മാറിപ്പോയി. ആൻഡ് ദിസ് ഈസ് MgCl2 is 50%. That is 0.5 divided by 100. What is the relationship between I and alpha? I is equal to 1 plus n minus 1 into alpha. First we should calculate, this is the equation, okay? And first we should calculate I of NaCl. I of NaCl. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. NaCl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാം? NaCl gives Na plus Cl minus. നമ്മൾ ജനറലി അത് ഡിറൈവ് ചെയ്തപ്പോൾ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു A gives NB ആണ് അതിൻ്റെ ഫോർമാറ്റ്. A gives NB. അപ്പോൾ ഇവിടെ എത്ര ബി ഉണ്ട് എന്നുള്ളതാണ് N. അപ്പോൾ ഇവിടെ എത്ര ആളുണ്ട്? N is equal to 2 ആണ്. ഓക്കെ, സോ therefore I of NaCl is equal to 1 plus 2 minus 1 into alpha. Alpha എത്രയാ? 0.8. 0.8. That's equal to 1 plus 0.8, 1.8. 1.8 ആണ് I of NaCl. ഇനി നമുക്ക് എന്ത് ചെയ്യണം? I of MgCl2 കണ്ടുപിടിക്കണം. മെഗ്നീഷ്യം ക്ലോറൈഡ്. മെഗ്നീഷ്യം ക്ലോറൈഡ് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? MgCl2 gives Mg2 plus 2Cl minus. അപ്പോൾ ഇവിടെ N എത്രയാണ്? N is equal to 3. Therefore I of MgCl2 is equal to 1 plus 3 minus 1 into alpha. Alpha എത്ര ഇവിടെ? 0.5. 0.5. That's equal to 1 into 3 minus 1, 2. 2 into 0.5, 1. That's equal to 2. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? MgCl2ഉം NaClഉം ഈ പറഞ്ഞ കോമ്പോസിഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസോസിയേഷനിലും അവിടെ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ I ആണ് ചോദിച്ചത്. ആ സൊല്യൂഷനകത്ത് ഒരു Mg2 പ്ലസും 2 Cl മൈനസും MgCl2 എന്നുണ്ട്. ഒരു Na പ്ലസും ഒരു Cl മൈനസും ഇതിൽ നിന്നുമുണ്ട്. അപ്പോൾ ഇവിടെ Na പ്ലസ് ഉണ്ട്, Mg2 പ്ലസ് ഉണ്ട്. അപ്പോൾ 2 ആയി. Cl മൈനസ് 3 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ 5 എണ്ണം ഉണ്ട്. അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. Therefore ടോട്ടൽ I ഓരോന്ന് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ I is equal to 1.8 plus 2 is equal to 3.8. 3.8 is the answer. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള നമ്പർ ഓഫ് മോൾസ് N എടുക്കുക, ഇതിൻ്റെ N എടുക്കുക, N രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ 3.8 is the answer. 3.8. ഇവിടെ ദിസ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ABCD. 3.8. സിമ്പിൾ, പക്ഷെ ചെയ്യുന്ന മെത്തേഡ് നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. An azeotropic solution of two liquids has a boiling point lower than either of them. Azeotropic solution boiling point കുറവാണ്. ബോയിലിംഗ് പോയിന്റ് കുറവ് എന്ന് പറയുമ്പോൾ അത് മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ആണ്. മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. Minimum boiling azeotrope is formed by solution showing positive deviation. So, option B is the answer. Okay, it's a direct question. And 17, at 25 degrees Celsius, vapor pressure of pure methyl alcohol is 92 torrents.
Mole fraction of methanol, methyl alcohol, in a solution in which vapor pressure of methanol is 23 torrents at 25 degrees Celsius. എന്തൊക്കെ തന്നത്? പ്യുവർ ആൽക്കഹോളിൻ്റെത്, പ്യുവർ മീഥൈൽ ആൽക്കഹോളിൻ്റെത് 92 ആണ്, സൊല്യൂഷനകത്ത് 23 ആണ്. ഓക്കെ, എന്ത് വേപ്പർ പ്രഷർ അവിടെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു റിലേഷൻ ഉണ്ടല്ലോ. വാട്ട് ഈസ് ദ റിലേഷൻ? നമ്മളുടെ റിലേഷൻ ഇതാണ്. അക്കോർഡിംഗ് ടു റൗൾസ് ലോ, P1 ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു Chi1 ആണ്. P10 ഇൻറ്റു Chi1 അല്ലെ P2 ഈസ് ഈക്വൽ ടു P20 ഇൻറ്റു Chi2. നമുക്ക് ഇവിടെ വേണ്ടത് Chi1 ഏതോ ആയിക്കോട്ടെ. ദാറ്റ്സ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ P10. P1 ഡിവൈഡഡ് ബൈ P10. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു P1 എത്രയാ? P1 ഈസ് 23. This is P1 and this is for pure and that's by 92. Divide ചെയ്താൽ 1/4. It is 1/4. Correctly 1/4 ആണ്. 4 into 23 92 ആണ്. And that will be is equal to 0.25 is the answer. Option ഉണ്ടോ നോക്കുക. 0.66, 0.55, 0.75, 0.25. Option A. Option A. Okay. Direct question. Let's move to the next question. pH of a 0.1 molar monobasic acid is found to be 2. Hence its osmotic pressure at a given temperature T Kelvin is. At a given temperature T Kelvin. ഒരു specific temperature തന്നു, that is T Kelvin. അപ്പോൾ pH of 0. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.1 മോളാർ ആണ്. 0.1 മോളാർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിൻ്റെ പി എച്ച് തന്നിട്ടുണ്ട്. pH is equal to എത്രയാണ്? 2 ആണ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആൻഡ് ലെറ്റ്സ് സീ. അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓസ്മോട്ടിക് പ്രഷറാണ്. പൈ is equal to what? പൈ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ടെമ്പറേച്ചർ T എന്ന് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ T ആണ്. അപ്പോൾ അതായത് ഓപ്ഷനിലും എന്ത് തന്നെയാണുള്ളത്? T ഇത് തന്നെയുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എങ്ങനെ പൈ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? പൈ is equal to എന്താ? MRT or CRT. അപ്പോൾ നമ്മൾ മൊളാരിറ്റി കണ്ടുപിടിച്ചാൽ മതി. കാരണം എല്ലാ ഓപ്ഷൻസിലും RT അവിടെ ഉണ്ട്. അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പൈ കിട്ടും. ബട്ട് ദർ ഷുഡ് ബി, ഇതൊരു മോണോബേസിക് ആസിഡ് ആണ്, വി ഷുഡ് കാൽക്കുലേറ്റ് I ഓൾസോ. I ഇൻറ്റു MRT. I ഇൻറ്റു MRT ആണ്. ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ 0.1 ഇറ്റ്സ് ഗിവൺ. പി എച്ചിൽ നിന്നും നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ കിട്ടും. ഇറ്റ്സ് എ മോണോബേസിക് ആസിഡ്, ഒരു H+ ഉള്ള ആസിഡാണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? മോണോബേസിക് ആസിഡ് HA gives H++ A- എന്ന് എഴുതാം. H++ A-. ഇവിടെ C ആണ് കോൺസെൻട്രേഷൻ എങ്കിൽ ദിസ് ഈസ് 0 ഇക്വിലിബ്രിയം ഓർമ്മ വേണം. ആൻഡ് C- C ആൽഫ. അപ്പോൾ ഇവിടെ C ആൽഫ. ഇവിടെ എത്രയാണോ സ്റ്റോയിഷ്യോമെട്രിക്, ഇവിടെ C ആൽഫ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ is equal to C ആൽഫ. കോൺസെൻട്രേഷൻ ഓഫ് H+ is equal to C ആൽഫ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സി ഇവിടെ അറിയാം. കോൺസെൻട്രേഷൻ ഓഫ് H+ നമുക്ക് pH എന്ന് കിട്ടും. pH എത്രയാണ്? pH ഈസ് ഈക്വൽ ടു 2. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു pH എന്ന് വെച്ചാൽ എന്താ ഇക്വേഷൻ? pH ഈസ് ഈക്വൽ ടു 2 ആണ്. pH ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് ഈക്വൽ ടു 2 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ 2 ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാണ്? നിങ്ങൾക്ക് ഇക്വിലിബ്രിയം ഓർമ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈസിയാണ്. ഇക്വിലിബ്രിയം നമുക്ക് ഇവിടുന്ന് മാറ്റി നിർത്താനാവില്ല. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക? ദാറ്റ് ഈസ് ആൻറ്റി ലോഗ് ഓഫ് -2. ആദ്യം മൈനസ് അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ലോഗ് ഒഴിവാക്കി. ആൻറ്റി ലോഗ് ഓഫ് -2 എന്ന് വെച്ചാൽ എന്താ? 10⁻². ആൻറ്റി ലോഗ് ഈസ് 10⁻x. 10⁻². ദാറ്റ്സ് ഈക്വൽ ടു വേണമെങ്കിൽ 0.01 എന്ന് എഴുതാം. 0.01 10⁻². ഓക്കെ, 0.01. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ അറിയാം. ദാറ്റ് ഈസ് 10⁻² ഇസ് ഈക്വൽ ടു C എത്രയാണ്? കോൺസെൻട്രേഷൻ 0.1 ഇൻറ്റു ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു 10⁻² ഡിവൈഡഡ് ബൈ 0.1. 0.1 ഈസ് 10⁻⁻1. അപ്പോൾ 10⁻² അങ്ങോട്ട് പോയാൽ ദാറ്റ്സ് ഈക്വൽ ടു 0.1. 10⁻⁻1 വരും. ഇത് കട്ട് ചെയ്ത് പോയാൽ 0.1. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫ കിട്ടി. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ ഹൗ വി വിൽ കാൽക്കുലേറ്റ് ഐ കിട്ടണം. പൈ ഇസ് ഈക്വൽ ടു MRT ആണ്. അതിൽ ഐ കിട്ടണം. ഐ കിട്ടാൻ വേണ്ടിയിട്ട് ഐ ഇസ് ഈക്വൽ ടു 1 +
n minus 1 into alpha ആണ്. 1 plus n minus 1 into alpha. That's equal to ഇവിടെ n എത്രയാ? n 2 ആണ്. അപ്പോൾ 1 plus 2 minus 1, 1 plus alpha. That is 0.1. That's equal to 1.1. 1.1. Okay, I is equal to 1.1. Therefore, pi is equal to I into CRT. I into CRT or MRT. That's equal to 1.1 into I is 1.1 and C എത്രയാ? C is equal to 0.1. 0.1 RT is equal to 0.11 RT. 0.11 RT. നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരു ഇക്വിലിബ്രിയം അസ്യൂം ചെയ്തു. അതിൽ നിന്നും എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ട് ആൽഫ കണ്ടുപിടിച്ചു. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ pH 2 ആണെങ്കിൽ concentration of H plus 10 raised to minus 2 ആണ്. അത് വെച്ച് ആൽഫ കണ്ടുപിടിച്ചു and directly substituted to that equation and we will get the osmotic pressure is equal to 0.11 RT എന്ന് കിട്ടും. 0.11 RT. 0.11 RT ഏത് ഓപ്ഷനാണ് നോക്കും? Which option? That is option B. 0.11 RT. That is 18th question. Let's move to the next. That is question number 19. Which has the maximum osmotic pressure at temperature T? Osmotic pressure ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. അതിൽ പൈ is equal to ഇവിടെ യൂറിയ സൊല്യൂഷൻ ആണ്. ഡിസോസിയേഷനും അസോസിയേഷനും ഇല്ലാത്തവർക്ക് ഐ എന്താവശ്യമില്ല, നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ ആവശ്യമില്ല. കാരണം എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. ഡിസോസിയേറ്റ് ചെയ്യാഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്നില്ല. നമ്പർ ഓഫ് മോൾസ് കൂടാഞ്ഞാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്നില്ല. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടാതിരുന്നാൽ മോളിക്കുലാർ വെയിറ്റിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. അതേപോലെ തന്നെ അസോസിയേഷൻ ഇല്ല എങ്കിലും നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് മോളിക്കുലാർ വെയിറ്റിന് അത് എഫക്റ്റ് ചെയ്യത്തില്ല. സോ യൂറിയ, ഗ്ലൂക്കോസ് ഇതേപോലെയുള്ള ആളുകൾ വാട്ടറിൽ അസോസിയേറ്റും ചെയ്യുന്നില്ല, ഡിസോസിയേറ്റും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ്. I1 ആണ് ഇവർക്കൊക്കെ. I is equal to 1. ഇവിടെയും ഗ്ലൂക്കോസ് തന്നെയാണ്. ഓക്കെ, ഗ്ലൂക്കോസ് ആണ്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ് സൊല്യൂഷൻസ് ആർ ഐസോട്ടോണിക്. I is equal to 1. അപ്പോൾ ഇവിടെ I വേണ്ട, I is into CRT ആണ്. അപ്പോൾ നമുക്ക് പൈ is equal to CRT എടുത്താൽ മതി, കാരണം I1 ആണ്. ആറും ടിയും എല്ലാവർക്കും സെയിം ആണ്, കാരണം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ടി ആണ്. R is constant. അപ്പോൾ പൈ ഈസ് പ്രപ്പോർഷണൽ ടു C ആണ് കോൺസെൻട്രേഷൻ. പൈ ഈസ് പ്രപ്പോർഷണൽ ടു M മൊളാരിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു 1 മോളാർ സൊല്യൂഷൻ ഉണ്ട്, ഇവിടെ ഒരു 1 മോളാർ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 1 മോളാർ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾ 100 മൊളാരിറ്റി 1 ആയിട്ട് എന്ന് വെച്ചാൽ 1 മോൾ ഓഫ് സൊല്യൂട്ട് 1000 ml ഡിസോൾവ് ചെയ്തിട്ട് അതിൽ നിന്നും 100 ml എടുത്താൽ അതും മൊളാരിറ്റി സെയിം ആയിരിക്കില്ലേ? മൊളാരിറ്റി 1 ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ എത്ര എമൗണ്ട് എടുത്തു കഴിഞ്ഞാലും 100 ml എടുത്താൽ 200 ml എടുത്താൽ അതെല്ലാത്തിനും യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും. സോ ഹിയർ ദ മൊളാരിറ്റി M is equal to 1. നോ ഡൗട്ട് മൊളാരിറ്റി M is equal to 1 ആണ്. M is equal to 1. ഇവിടെ 300 ml എടുത്താലും എന്ത് തന്നെയാണ്? M is equal to 1 ആണ്. പിന്നെ മിക്സ്ചർ ഓഫ് 100 ml ഓഫ് 1 മോളാർ യൂറിയ സൊല്യൂഷൻ ആൻഡ് 300 ml ഓഫ് 1 മോളാർ ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 100 ml ഓഫ് 1 മോളാർ. അപ്പോൾ നമുക്ക് മൊളാരിറ്റി ഓഫ് മിക്സ്ചർ ഇസ് ഇക്വൽ ടു M1V1 പ്ലസ് M2V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2. ഓക്കെ, ദാറ്റ്സ് ഇക്വൽ ടു M1 എത്രയാണ്? 100. M1 is 1 into 100 plus മറ്റത് 1 into 300 divided by 400. അപ്പോൾ 100 plus 300 400 that's equal to 1 molar. എന്ന് വെച്ചാൽ ഇതിൻ്റെയും കോൺസെൻട്രേഷൻ 1 മോളാർ ആണ്. ഓക്കെ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ. അപ്പോൾ എല്ലാം ഐസോട്ടോണിക് ആണ്. കാരണം പൈ സെയിം ആയിരിക്കും. കോൺസെൻട്രേഷൻ സെയിം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷനും സെയിം ആയതുകൊണ്ട് ഓൾ ദ എബോവ് സൊല്യൂഷൻസ് ആർ ഐസോട്ടോണിക് ബിക്കോസ് പൈ ഈസ് ഗെറ്റിംഗ് ദ സെയിം വാല്യൂ C into RT. അപ്പോൾ എന്താ വരിക? 1 into RT ആണ് വരിക. 1 into RT ആണ് ഇവിടെ. C is equal to 1 into RT. അപ്പോൾ പൈ is equal to RT എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? പൈ is equal to RT. ആ കാൽക്കുലേഷൻ ആവശ്യമില്ല. കോൺസെൻട്രേഷൻ സെയിം ആയതുകൊണ്ട് ടെമ്പറേച്ചർ മാറാത്തത് കൊണ്ടും ഇതെല്ലാ സൊല്യൂഷൻസും ഐസോട്ടോണിക് ആണ് ആൻഡ് ദാറ്റ് ഇസ് പ്രൂവ്ഡ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇവിടെ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത് ഡിറൈവ് ചെയ്ത് വെച്ചതുകൊണ്ട് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തിയറി പാർട്ടിൽ തന്നെ. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ
കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ആൽഫ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ് where n is the number of ions given by 1 mole of electrolyte. ഒരു മോൾ ഇലക്ട്രോലൈറ്റ് തരുന്ന നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണമാണ് n. നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടുണ്ട് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് വീഡിയോ ലെക്ചറിൻ്റെ അവസാന ഭാഗത്തുണ്ട്. അവിടെ നമ്മൾ എടുത്തത് ഡിസോസിയേഷനാണ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നമ്മളവിടെ എടുത്തത് ഡിസോസിയേഷൻ ആകുമ്പോൾ എ ഗീവ്സ് എൻ ബി എടുത്തു, ഇങ്ങനെ എടുത്ത് ഓർമ്മല്ലേ. ഇവിടെയുള്ള n ആണ് ഇവിടെ ക്യാപിറ്റൽ N കൊടുത്തത്. And I'm not going to the the complete derivation. I'm directly writing I is equal to 1 plus n minus 1 into alpha. അറിയാം. അപ്പോൾ I minus 1 is equal to n minus 1 into alpha. Therefore, degree of dissociation alpha is equal to I minus 1 divided by n minus 1 ആണ് നമ്മൾ ചെയ്തു വെച്ചത്. ഇവിടെ സ്മോൾ ലെറ്റർ എന്നിന് പകരം എന്ത് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ n കൊടുത്തു. സോ എന്തായിരിക്കും, ആൽഫ is equal to I minus 1 divided by n minus 1. I minus 1 divided by n minus 1. Option B. I minus 1 divided by n minus 1. That is option B. So let's move to the question number 21. If Pa is this is also direct one. If Pa is the vapor pressure of pure liquid A and the mole fraction of A in the mixture of two liquids A and B is chi. Mole fraction is chi. അങ്ങനെയാണെങ്കിൽ the partial pressure of A is equal to, if PA is the pressure of pure liquid ന്റെ PA ആണ് കൊടുത്തത്. നിങ്ങൾക്കറിയാം നമ്മൾ എഴുതാറുണ്ട് P is equal to P10 into chi1. ഇവിടെ P10ക്ക് പകരം എന്താ കൊടുത്തത്, PA, അല്ലെങ്കിൽ P is equal to P0A into chi A എന്ന് എഴുതാറുണ്ട്. ഇവിടെ P0Aക്ക് പകരം PA എന്നാണ് കൊടുത്തത്. എന്ത് സിമ്പലും കൊടുക്കാമല്ലോ. ലിക്വിഡ് A എന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് A എന്ന മിക്സ്ചർ chi ആണ്, chi Aക്ക് പകരം chi. അപ്പോൾ PA into chi എന്ന് വെച്ചാൽ അതാണ് P. The partial pressure of AP is equal to PA into chi. So option B. Direct question. Symbolsil നമ്മൾ യൂസ് ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. So that is question number 21. Question number 22. Consider the following statement. Isotonic have the same molar concentration at a given temperature. ഒരു given temperatureൽ ഐസോട്ടോണിക്കിന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കും, സെയിം കോൺസെൻട്രേഷനും ആയിരിക്കും. Second one, the molar elevation constant Kb is characteristics of a solvent and is independent of solute added. നമ്മൾ പറഞ്ഞതാണ്. What is the equation for Kb? Kb നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Kb is equal to R into T0B. Kb is equal to R into T0B square divided by 1000 LV. Kb. T0B constant അല്ലേ വാട്ടറിന്. LV എന്ന് വെച്ചാൽ latent heat of vaporization. അത് 540 calorie per gram ആണ്. ഇത് 540, വാട്ടറിന് എപ്പോഴും അത് 540, around 540 calorie per gram ആണ് വരിക. T0B എന്ന് വെച്ചാൽ 373 ആണ് വരിക. R എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് സോൾവെന്റിന് മാത്രം, വാട്ടറിന് പകരം നിങ്ങൾ എത്തനോൾ എടുക്കുമ്പോൾ അത് മാറും, ബോയിലിംഗ് പോയിന്റ് മാറും, LV മാറും, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ മാറും. അതേപോലെ തന്നെ KF. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സൊല്യൂട്ട്, ഡിപ്പെൻഡ് ഓൺലി ഓൺ solvent. Okay, correct ആണ്. The freezing point of third one, the freezing point of 0.1 molar KCl solution is more than that of 0.1 molar AlCl3 solution. Freezing point of നമ്മൾ delta TF is equal to I into KF into M ആണ്. Delta TF is equal to I into KF into M അല്ലേ. Delta TF is equal to I into KF into M. അപ്പോൾ അവിടെ ഒന്ന് KCl ആണുള്ളത്, മറ്റേതോ ഒന്ന് KCl, മറ്റേത് AlCl3. അപ്പോൾ KCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ KCl ഗീവ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ലെറ്റ്സ് അസ്യൂം കംപ്ലീറ്റ് ഡിസോസിയേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ I is equal to 1 ആണ്. അപ്പോൾ ഡെൽറ്റ TF is equal to 1 into KF into M ആണ്, ഡെൽറ്റ TF ഓഫ് KCl. പിന്നെ അവിടെ ഉള്ളത് AlCl3 ആണ്. AlCl3 is dissociated as AlCl3 gives Al3 plus plus 3Cl minus. I is equal to 4 ആണ്. അപ്പോൾ ഡെൽറ്റ TF ഓഫ് AlCl3 is equal to 4 into KF into M ആണ്. 4 into KF into M.
ഓക്കെ, ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. നിങ്ങൾക്ക് ഇവിടെ 0.1 മോളാറാണ്, 2.1 മോളാറാണ്. അതുകൊണ്ട് 0.1 മോളാർ. ഓക്കെ, ഇവിടെ മൊളാലിറ്റി ഫോർ അക്വ സൊല്യൂഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി. അക്വ സൊല്യൂഷന് മൊളാരിറ്റിയും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരും. കാരണം എന്താ, മാസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് മറ്റടുത്ത് വോള്യൂം ഓഫ് സൊല്യൂഷനാണ്. വോള്യൂം ഓഫ് സൊല്യൂഷൻ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ രണ്ടിൻ്റെയും വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 ആയതുകൊണ്ട് മാസ് ഓഫ് സോൾവെൻറ്റും വോള്യൂം ഓഫ് സോൾവെൻറ്റും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സൊല്യൂട്ട് ഒരു ലോവർ കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മാസിൽ ചേഞ്ചും വരുന്നില്ല. എന്ന് വെച്ചാൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ആണ്. ഓക്കെ, അതിന് പകരം നിങ്ങൾക്ക് എഴുതാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് എഴുതാം. കാരണം ഡെൻസിറ്റി 1 ആണ് ഇഫ് ഇറ്റ് ഈസ് അക്വ സൊല്യൂഷൻ. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. അപ്പോൾ ഈ സൊല്യൂഷനകത്ത് കുറച്ച് സൊല്യൂട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്, 0.1 ഉണ്ട്, പക്ഷേ അത് അതിൻ്റെ മാസിൽ വല്ലാത്ത ഡിഫറൻസ് വരുത്തുന്നില്ല. അതുകൊണ്ട് മാസ് ഓഫ് സൊല്യൂഷൻ ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ മൊളാലിറ്റിക്ക് പകരം വേണമെങ്കിൽ മൊളാരിറ്റി എഴുതാം, കാരണം ഡിനോമിനേറ്റർ ബിക്കം സെയിം. മൊളാരിറ്റി എഴുതാം. അപ്പോൾ അവിടെ രണ്ടും 1 മോളാറാണ്. ഇനി അതല്ല എങ്കിലും 1 മോളാർ സൊല്യൂഷൻ രണ്ടും ആണെങ്കിൽ രണ്ടിൻ്റെയും മൊളാലിറ്റി എന്തായിട്ട് വരും, സെയിം ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഐന് മാത്രമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ടി എഫ് ആർക്കാണ് കൂടുതൽ? ഡെൽറ്റ ടി എഫ് ഓഫ് AlCl3 ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി എഫ് ഓഫ് KCl എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് ഫ്രീസിങ് പോയിന്റ് ആണ്. അപ്പോൾ കൂടുതൽ ഡിപ്രഷൻ AlCl3ക്കാണ്. കൂടുതൽ ഡിപ്രഷൻ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഫ്രീസിങ് പോയിന്റ് കുറയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് കുറവായിരിക്കില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, 0 ഡിഗ്രിയിൽ നിന്നും ഇത് ഒരു 20 ഡിഗ്രി കൂടുതലായിട്ട് കുറഞ്ഞു, അതായത് -20 ഇത് KCl 0 ഡിഗ്രിയിൽ നിന്നും -10 എത്തിയിട്ടുള്ളൂ എങ്കിൽ ആർക്കാണ് കൂടുതൽ ഫ്രീസിങ് പോയിന്റ്? ഇതല്ലേ ഹയർ വാല്യൂ. ഹയർ ഫ്രീസിങ് പോയിന്റ് ഈസ് ഫോർ KCl. അപ്പോൾ ഡെൽറ്റ ടി എഫ് കുറയാണ്. അതേപോലെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറും കുറയാണ്. അപ്പോൾ അവിടെ കുറയുമ്പോൾ രണ്ടും ഡിക്രീസ് ആയതുകൊണ്ട് നമ്മൾ ആർക്കാണ് കൂടുതൽ വേപ്പർ പ്രഷർ എന്ന് ചോദിച്ചാൽ ഏറ്റവും കുറവ് ഡിക്രീസ് ഉള്ളവർക്കായിരിക്കും കൂടുതൽ വേപ്പർ പ്രഷർ. കുറയുന്നത് കുറവായിരിക്കണം, മനസ്സിലാവുന്നുണ്ടോ? ഡിക്രീസ് ലെസ് ആയിരിക്കണം. കൂടുതൽ ഡിക്രീസ് ചെയ്താൽ അവർക്ക് നിങ്ങൾ ചെറുതാവുക എന്ന് വെച്ചാൽ അവരുടെ വാല്യൂ ചെറുതാവുമല്ലേ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ കൂടുതൽ ലോവറിങ് ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ വാല്യൂ ചെറുതായിരിക്കും. കുറച്ച് ലോവറിങ് ഉള്ളൂ എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ, വേപ്പർ പ്രഷർ വലുതായിരിക്കും. അതേപോലെ ഡിപ്രഷൻ, ഫ്രീസിംഗ് പോയിന്റ് കൂടുതൽ ഡിപ്രസ്ഡ് ആയി എന്ന് വെച്ചാൽ ഫ്രീസിംഗ് പോയിന്റ് വളരെ താഴേക്ക് പോയി, ഫ്രീസിംഗ് പോയിന്റ് ഈസ് വെരി ലോ. ഓക്കെ, മറ്റേത് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ, കുറച്ച് ഡിക്രീസ് ഉള്ളൂ, സോ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഹയർ. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി എഫ് AlCl3ക്ക് കൂടുതലാണ് KClനേക്കാളും. അതുകൊണ്ട് അവരുടെ ഫ്രീസിംഗ് പോയിന്റ് KClനാണ് കൂടുതൽ. ഡെൽറ്റ ടി എഫും ഫ്രീസിംഗ് പോയിന്റും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ വാട്ട് വാസ് അവർ ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെ ഇത് രണ്ടും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഇത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് 0.1 മോളാർ KCl സൊല്യൂഷൻ ഈസ് മോർ ദാൻ ദാറ്റ്. അതല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഡെൽറ്റ ടി എഫ് ഓഫ് AlCl3 ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി എഫ് ഓഫ് KCl. Therefore, TF of KCl is greater than TF of AlCl3. കാരണം ഇയാൾക്ക് കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ലോവർ ആയിട്ട് പോയി. അപ്പോൾ ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. 1, 2 and 3 are the correct statement. Which of the statements are correct? Option D is the answer. Question number 23. The dissolution of a substance in a solvent is accompanied with. ഒരു സൊല്യൂട്ടിന് ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? അതൊരു ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ there is no change in enthalpy. പക്ഷേ എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ എ സോൾവെന്റ് ഈസ് അക്കമ്പനീഡ് ബൈ എൻതാൽപ്പി ചേഞ്ച് ചെയ്യും, എൻട്രോപ്പി ചേഞ്ച് ചെയ്യും. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി, വിച്ച് ഈസ് ആൻസർ. ഇത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ
C, both A and B, none of these are enthalpy, either it is exothermic or endothermic. Obviously, there is change in entropy also. നമ്മൾ ഐഡിയൽ സൊല്യൂഷനിൽ വരെ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം മാറുന്നുണ്ട്. എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ് ആണ് 0 ആയിട്ടുള്ളത്. ആ ഏരിയ റെഫർ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് യു നോ ദ തിയററ്റിക്കൽ പാർട്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 24. At 25 degrees Celsius, the highest osmotic pressure is exhibited by 0.1 molar solution of. അപ്പോൾ ഹയസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ കിട്ടണമെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ പൈ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സി ആർ ടി. സി സെയിം ആണ്, ആർ സെയിം ആണ്, ടി സെയിം ആണ്. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ആർ പിന്നെ എപ്പോഴും കോൺസ്റ്റന്റ് 0.1 ആണ് എല്ലാവർക്കും. അപ്പോൾ പൈ ഈസ് പ്രപ്പോർഷണൽ ടു ഐ ആണ്. പൈ ഈസ് പ്രപ്പോർഷണൽ ടു ഐ. ഇവിടെ ഐ എത്ര? കംപ്ലീറ്റ് ഹയസ്റ്റ് എക്സിബിറ്റഡ് ബൈ. ഇവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഐ ഈസ് ഈക്വൽ ടു 3 ആണ്. Ca2 + 2Cl - ഐ ഈസ് ഈക്വൽ ടു 2 ആണ്. ഗ്ലൂക്കോസ് ഐ ഈസ് ഈക്വൽ ടു 1 ആണ്. കാരണം ഡിസോസിയേഷനും ഇല്ല, അസോസിയേഷനും ഇല്ല. സോ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ സെയിം ആവും. സോ 1/1 1 ആൻഡ് ദിസ് ഓൾസോ ഐ ഈസ് ഈക്വൽ ടു 1. ഇത് രണ്ടും ഐസോട്ടോണിക് ആണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഹയസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കാം കാൽഷ്യം ക്ലോറൈഡ്. എന്താ വരിക? പൈ ഈസ് ഈക്വൽ ടു 3 × 0.1 × RT എന്ന് വരും. ഓക്കെ, മറ്റേതൊക്കെ ഇത് 2 × 0.1 × RT, ഇത് 1 × 0.1 × RT, ഇതും 1 × 0.1 × RT. So the option is option A. Okay. Next question, question number 25. The relationship between osmotic pressure at 273 Kelvin when 10 gram of glucose, 10 gram of glucose in the osmotic pressure P1 എന്ന് കൊടുത്തിട്ടുണ്ട്, 10 gram of urea ബ്രാക്കറ്റിൽ pressure P2 എന്ന് കൊടുത്തിട്ടുണ്ട്, and 10 gram of sucrose are dissolved in 250 ml of water. അപ്പോൾ P1 ഉം P2 ഉം P3 ഉം തമ്മിലുള്ള റിലേഷൻ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു MRT ഓർ CRT ആണ്. നമ്മളിത് മൊളാരിറ്റീനെ മാറ്റിയാൽ നമുക്ക് ഓൾസോ യു വിൽ ഗെറ്റ് പൈ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു W2 RT ഡിവൈഡഡ് ബൈ M2 × V. മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷന് വേണ്ടി നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ഗ്ലൂക്കോസ് ആണ്, നോ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. യൂറിയ നോ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. സൂക്രോസ് നോ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. ഐ ഈസ് ഈക്വൽ ടു 1 ഫോർ ഓൾ. ഐ എല്ലാവർക്കും 1 ആണ്. പിന്നെ ഉള്ളത് ഇവിടെ W2 സെയിം ആണ്. W2 കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഓഫ് സൊല്യൂട്ട് എല്ലാവർക്കും 10 gram ആണ്. എല്ലാ കേസിലും 10 gram ആണ്. ഓക്കെ, പിന്നെ R സെയിം ആണ്, ടെമ്പറേച്ചർ സെയിം ആണ്, എല്ലാവരും 273 കെൽവിനിലാണ്. ആൻഡ് എല്ലാവരും വോളിയം കോൺസ്റ്റൻ്റ് ആണ്. വോളിയം എത്രയാണ്? 240. എല്ലാവർക്കും വോളിയം കോൺസ്റ്റൻ്റ് ആണ്. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമുക്കിതിൻ്റെ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ മതി. സോ പൈ ഈസ് ഇവിടെ W2 കോൺസ്റ്റൻ്റ് ആണ്. ഏതൊക്കെ കോൺസ്റ്റൻ്റ് ആണ് നിങ്ങൾ നോക്ക്. വിച്ച് ഓൾ ആർ കോൺസ്റ്റൻസ്? ഐ കോൺസ്റ്റൻ്റ് ആണ്, ഐ എല്ലാവർക്കും 1. W2 കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്, T കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു M2 എന്നൊരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടും. കാരണം നമുക്കിതിൻ്റെ ഓർഡർ കിട്ടിയാൽ മതി. വെറുതെ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും 10 കൊടുത്ത് എല്ലാം W2 സെയിം ആണ്, എല്ലാം R സെയിം ആണ്, T സെയിം ആണ്, V സെയിം ആണ്, I സെയിം ആണ്. നോ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. സോ പൈ ഈസ് പ്രപ്പോർഷണൽ ടു 1/M2. അപ്പോൾ നമ്മൾ M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആർക്കാണോ കൂടുതൽ അവർക്ക് കുറയും. കാരണം മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ആദ്യമുള്ളത് ഗ്ലൂക്കോസ് ആണ്. വാട്ട് ഈസ് M2 ഓഫ് ഗ്ലൂക്കോസ്? M2 ഓഫ്, അതായത് മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്? ദാറ്റ് ഈസ് C6H12O6. ഓക്കെ, യു വിൽ ഗെറ്റ് ഇറ്റ് 180. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 12 × 6 + 12 + 16 × 6 ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് M2 ഓഫ് സ്യൂക്രോസ് ഇസ് ഈക്വൽ ടു, സ്യൂക്രോസ് എന്താ? C12H22O11 ആണ്. C12H22O11. അത് യു വിൽ ഗെറ്റ് 340 gram. Okay, and M2 of urea, that is NH2CONH2, and that's equal to 60 gram. അപ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് റെസ്പെക്റ്റീവ് ആയിട്ട് തന്നത് എന്ന് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താ തന്നത്? P1 ഗ്ലൂക്കോസിന് P1, ഇതിൻ്റെ പ്രഷർ P1 ആണ്, അതവിടെ ഞാൻ നോട്ട് ചെയ്യുന്നു. ആൻഡ് P2 യൂറിയ, ഇത് P2 ആണ്. P2 യൂറിയ.
ഓർഡർ നോക്കിയിട്ടില്ല. P2 യൂറിയ ആൻഡ് P3 സുക്രോസ്. P3. അപ്പോൾ ഇവിടെ മോളാർ മാസ് ആർക്കാ കൂടുതൽ? ഏറ്റവും കൂടുതൽ മോളാർ മാസ് സുക്രോസിനാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രഷർ P3 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ. പിന്നെ ആർക്കാ കൂടുതൽ? ഗ്ലൂക്കോസിന്, ദാറ്റ് ഈസ് P1. അപ്പോൾ ഏറ്റവും കുറവ് മോളാർ മാസ് ഉള്ള യൂറിയക്ക്, സോ P2 ഇസ് ആൻസർ. P2 ഗ്രേറ്റർ ദാൻ P1 ഗ്രേറ്റർ ദാൻ P3. ഇനി അത് തിരിച്ചാണ് ഓപ്ഷനിൽ തന്നതെന്ന് അറിയില്ല. ലെറ്റ് സി. P2 ഗ്രേറ്റർ ദാൻ P1 ഗ്രേറ്റർ ദാൻ P3. P2 ഗ്രേറ്റർ ദാൻ P1 ഗ്രേറ്റർ ദാൻ P3. ഓപ്ഷൻ C. Okay, clear? Very simple. Let's move to next question. That is the sum of the very simple question, very basic question. നിങ്ങൾ +1 ഏരിയ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് മേ ബി കൺഫ്യൂസിങ്. The sum of mole fractions of, read here. The sum of mole fractions of A, B and C in aqueous solution containing 0.2 mole of each of A and B and C. നിങ്ങൾക്ക് കണ്ടുപിടിക്കാം total number of moles of A divided by total number of moles of A, B and C plus number of moles of B divided. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ആവശ്യമില്ല. If you have n number of components in a solution with any number of n number of moles of, അതായത് എ ബി സി ഡി എത്ര ഉണ്ടാവാം, അതിൻ്റെ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസ് 0.1 0.2 എന്തോ ആയിക്കോട്ടെ, അത് സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓൾവേസ് യൂണിറ്റി ഇൻ എ സൊല്യൂഷൻ. എത്ര എല്ലാം ആഡ് ചെയ്താലും നിങ്ങൾ അതിൻ്റെ സമ്മ മോൾ ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് ദ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓൾവേസ് chi A plus chi B plus etc. chi I is equal to 1 irrespective of its number of moles. Okay, so question number 26 you will get option C. Question number 27. In a comparison to 0.1 molar solution of glucose, the depression in freezing point of 0.1 molar MgCl2 solution is. രണ്ടിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആണ്, ടെമ്പറേച്ചർ മെൻഷൻ ചെയ്തിട്ടില്ല, സോ വിൽ ടേക്ക് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ആറും സെയിം ആണ്. അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഇസ് ഇക്വൽ ടു I into Kf into molality. For aqueous solution, we can take molarity is equal to molality. I is equal to Kf into M. Okay, molality is equal to molality is equal to molarity for aqueous solution. Almost similar. You can take this relation in problems. Okay, so I into Kf into M. ഇവിടെ M സെയിം ആണ്, 0.01 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. Kf സെയിം ആണ്, വാട്ടർ ആണ്. ഓക്കെ, സൊല്യൂഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് അക്വസ് സൊല്യൂഷൻ. സോൾവെൻറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് അക്വസ് സൊല്യൂഷൻ ആണ്. വാട്ടർ ഈസ് ടേക്കൺ ആസ് ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അപ്പോൾ ഐനെ മാത്രം. അപ്പോൾ I for glucose no dissociation or association is equal to 1. I for MgCl2 Mg2 plus 2Cl minus is equal to 3. അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നിട്ടില്ല, സോ അസ്യൂം കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഫോർ MgCl2 3. I is equal to 3. വേറെ ഡാറ്റാസ് ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ എടുക്കുക. അയോണിക് ആണ് 3. അപ്പോൾ ഇവിടെ ആർക്കാണ് ഡെൽറ്റ ടി എഫ് കൂടുതലുണ്ടാവുക? ഇവിടെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആർക്കാണ് കൊടുത്തത്? ഡെൽറ്റ ടി എഫ് ആർക്കാണ് ഹയർ എന്നാണ് കൊടുത്തത്? നേരത്തെ ഫ്രീസിംഗ് പോയിന്റ് ആർക്കാണ് ഹയർ എന്ന് ചോദിച്ചപ്പോൾ ഡെൽറ്റ ടി എഫ് കൂടുതലുള്ള ആൾക്ക് ടി എഫ് കുറവായിരിക്കും. കാരണം കൂടുതൽ കുറയുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും. ഓക്കെ, കൂടുതൽ കുറയുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ I ഇവിടെ കൂടുതലുള്ളത് MgCl2നാണ്. ആ MgCl2ന് ഇതിൻ്റെ 3 ടൈംസ് ഉണ്ട്. അപ്പോൾ I of MgCl2 is equal to 3 into I of glucose എന്ന് എഴുതേണ്ടി വരും. ഗ്ലൂക്കോസിൻ്റെ ഐനോട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് MgCl2ൻ്റെ I ആവുക, കാരണം അത് 1. About 3 times. Option C, about 3 times. I hope it's clear. Next question, find the boiling point of solution of 5 gram of 5.00 ആണ് 5 gram of naphthalene C10H8 in 100 gram of benzene. Kb is 2.53 C bar M. Kb ൻ്റെ യൂണിറ്റ് അറിയാലോ, വാട്ട് ഈസ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ആണ്, 25. ആ ഡിഗ്രി അവിടെ പോയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഇൻ SI യൂണിറ്റ്. Degree Celsius by molality. The normal boiling point of benzene is equal to 80 degrees Celsius എന്നാണ് തന്നത്. Find the boiling point of solution. Boiling point of solution TB ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? T0B തന്നിട്ടുണ്ട്.
കെ ബി തന്നിട്ടുണ്ട്. ഓക്കെ, കെ ബി തന്നിട്ടുണ്ട്. പിന്നെന്താ അവിടെ തന്നത്? W1 തന്നിട്ടുണ്ട്, 100 gram ഓഫ് ബെൻസീൻ. ഓക്കെ, ആൻഡ് W2 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 5 gram. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതാം നമുക്ക്. എന്തൊക്കെ തന്നത്? W2 ഈസ് ഈക്വൽ ടു 5 gram. ഓക്കെ, W1 ഈസ് ഈക്വൽ ടു 100 gram. 100 gram. KB is equal to 2.53. 2.53. And T0B is equal to 80 degrees Celsius. 80 degrees Celsius. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ടി ബി ആണ്. ഡെൽറ്റ ടി ബി കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ ടി ബി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടി ബി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? വാട്ട് ഈസ് ദ ഇക്വേഷൻ? വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു, ഇവിടെ ഐ കണ്ടുപിടിക്കാനുള്ള യാതൊന്നും തന്നിട്ടില്ല. സോ ഐ ഈസ് ടേക്കൺ ആസ് 1. മാത്രമല്ല ഇത് നോ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ, നാഫ്തലിൻ നോൺ പോളറാണ്. നോ, ഐ ഈസ് ഈക്വൽ ടു 1 ആണ്. ഐ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1000 KB W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ഓക്കെ, W2 അവിടെ ഉണ്ട്, W1 അവിടെ ഉണ്ട്, KB അവിടെ ഉണ്ട്. M2, വാട്ട് ഈസ് M2 ഹിയർ? M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. അവിടെ 10 C10 H18 ആണ്. സോറി, C10 H8 ആണ്. C10 H8. അപ്പോൾ എത്ര വരിക? 120 + 8. ദാറ്റ്സ് ഈക്വൽ ടു 128 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1000 ഇൻറ്റു 2.53 ഇൻറ്റു W2 5 ഡിവൈഡഡ് ബൈ M2 128 ഇൻറ്റു W1 100. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഡെൽറ്റ ടി ബി കിട്ടും. T0B അറിയാവുന്നത് കൊണ്ട് ഡിഫറൻസ് എടുത്താൽ ആൻസറും കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇത് 1100 കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ 10 ബാക്കിയുണ്ടാവും. 25.3 വരും. 25.3നെ നിങ്ങൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് അബൌട്ട് 126.5 വരും. 126.5നെ 128 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് 0.99. ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു 1. യു വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു 1. ഡെൽറ്റ ടി ബി ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഡെൽറ്റ ടി ബി ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് വേണ്ടത് ടി ബി. അപ്പോൾ വാട്ട് യു ഗോട്ട്? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ടി ബി മൈനസ് T0B is equal to 1. TB is equal to 1 plus T0B. That's equal to 1 plus 80. That's equal to 81 degrees Celsius. This is the answer. സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, why it's not converting degree Celsius per molality? Why it's not converting to Kelvin? നമ്മൾ ടെമ്പറേച്ചർ എടുക്കുമ്പോൾ കെൽവിനിലേക്ക് മാറ്റണം. ഇഫ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ്. ഓക്കെ, നമ്മൾ ചേഞ്ച് എടുക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 1 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ എത്ര കെൽവിൻ കൂടും? 1 ഡിഗ്രി സെൽഷ്യസ് കൂടെ 0 നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ 273 നിന്ന് 274. ചേഞ്ച് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കെ ബി കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. നമ്മളവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത് കെ ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്യേണ്ട. ഇവിടെയും നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട, കാരണം നമ്മൾ എടുക്കുന്ന ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് കെൽവിനിലാണെങ്കിലും 2ലാണെങ്കിലും 1 ആണ് കിട്ടുക. ഇപ്പോൾ ഡെൽറ്റ ടി ബി 1 എന്ന് വെച്ചാൽ അത് 1 കെൽവിൻ ആവാം, 1 ഡിഗ്രി സെൽഷ്യസ് ആവാം. സോ അതവിടെ ആവശ്യമില്ല. മാത്രമല്ല ആൻസർ തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി ഇത് കെൽവിനിലാണെങ്കിൽ 1 + 80 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് കിട്ടിയാൽ 81 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു കെൽവിൻ. ഓക്കെ, അല്ലാണ്ട് ഈ ഇടയിലുള്ള കാൽക്കുലേഷനിൽ ഡിഫറൻസിന് എന്ത് ആവശ്യമില്ല? യൂണിറ്റ് കൺവേർഷൻസ് ആവശ്യമില്ല. 81 ആണ് നമുക്ക് കിട്ടിയത്. ലെറ്റ് സി ഓപ്ഷൻ ഉണ്ടോന്ന്. 81 ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 29. Which of the following is a non-colligative property? It's a very, very, very simple question. Which of the following is a non-colligative property? ഏതാ ഇതിൽ? Elevation in boiling point is a colligative property. Osmotic pressure is a colligative property. Lowering of vapor pressure is a colligative property. And refractive index is not a colligative property. So this is the option. And the last question for this session, question number 29.
Benzene and naphthalene forms an ideal solution at room temperature. For this process, the true statement is or are. ഇതും data based ആണ്. If you know the theoretical part, if you have a good idea about the theoretical part in this session, you will get the answer. Benzene, naphthalene form an ideal solution. എന്താ naphthalene? What is naphthalene? നേരെ നമ്മൾ naphthalene I1 ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു naphthalene is രണ്ട് ബെൻസീൻ റിംഗ് ഫ്യൂസ്ഡ് ആണ്. നോ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ I is equal to 1 ആണ്. ബെൻസീന് 1 ആണ്. ഓക്കെ, പക്ഷേ ഫിനോളിന് 1 അല്ല. ഫിനോൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ്. റോങ്. ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ് ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ. സ്പോണ്ടേനിയസ് ആയിട്ട് മിക്സ് ചെയ്യണം. ഡെൽറ്റ എസ് സിസ്റ്റം പോസിറ്റീവ്, കറക്റ്റാണ്. ഡെൽറ്റ എസ് സിസ്റ്റം, എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസിങ്. ആൻഡ് ഡെൽറ്റ എസ് സറൗണ്ടിങ് 0, സറൗണ്ടിങ്ങിൽ മാറ്റം ഉണ്ടാകുന്നില്ല, അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ എന്താൽപി, ഡെൽറ്റ എച്ച് 0, ശരിയാണ്. ഡെൽറ്റ വി 0. അപ്പോൾ ബെൻസീൻ ആൻഡ് നാഫ്തലീൻ ഫോം ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മൂന്നും ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇത് ഓപ്ഷൻ അല്ല, ഓപ്ഷനിൽ നമുക്ക് ബി സി ഡി, എ ബി സി, എ ഓൺലി, ബി ഓൺലി അങ്ങനത്തെ ഓപ്ഷൻസ് വരാം. അല്ലെങ്കിൽ IIT ക്വസ്റ്റ്യൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഓൾ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ ബി സി ഡി ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ ആർ ആൻസേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.